പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടം കൊയ്ത്ത് കഴിഞ്ഞു. ഇതാ പയറും കിട്ടി. ഇതാ പയർ കൊയ്യണ വരെ കിട്ടി പയർ. ഇനി അടുത്തത് ജൂൺ ജൂലൈ മാസത്തിൽ മഴയൊക്കെ പെയ്ത് പിന്നെ നമുക്ക് വിളവെടുപ്പ് നടത്താം. ഇതാ ചേരുമ്പോഴുണ്ടായിട്ടുണ്ട്. രണ്ടാൾ ചോദിച്ചു, അപ്പോൾ അവർക്ക് ഞാൻ വലിച്ചു കൊടുക്കണം. വെയിലാകുമ്പോഴേക്ക് വന്ന് വലിക്കുകയാണ്. ഇതുണ്ടോ തൊട്ടങ്ങൾ നിറയെ ചേണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാലത്ത് എന്തൊക്കെ വിറ്റിട്ട് വിഷുവിന് പഴക്കം വാങ്ങിയിട്ടുണ്ട്. വിഷുവിൻ്റെ തലേദിവസം വന്ന് ഇതുപോലെ പെറുക്കിയിട്ട് കൊണ്ട് കൊടുക്കും. ഒരു 10 രൂപ തരും. അതൊക്കെ ഒരു കാലം. ആദ്യമൊക്കെ കണ്ടം കൊയ്ത കുറുമ്പയാടുകളാണ് വരിക. ഇപ്പോൾ കാണ്ടത്തൊക്കെ വെള്ളമുള്ള കാരണണ്ടാ താരക്കോഴി കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങളാണ്. അതാ നെല്ല് പേർക്ക് ഓടുന്നു. ഒക്കെ കുഞ്ഞുങ്ങളാണ്, മുട്ടയിടാനൊന്നും ആയിട്ടില്ല. നിറയെ കുഞ്ഞുങ്ങളാണ്. അല്ലെങ്കിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ കുറുമ്പയാട് വരും. ഇപ്പോൾ കുട്ടികൾ കണ്ട അടുത്ത വർഷം നമ്മളിതൊക്കെ മുട്ടയിടും. കണ്ട വെള്ളമുള്ള അവിടെ കോരിന് കണ്ട നെല്ലുണ്ടാ തവളയുണ്ടാന്നൊക്കെ നോക്കുന്നു. നോക്ക് കണ്ടാ കുട്ടികളുണ്ട്. 10-500 ഉണ്ടാവും. പോരായേ ഉള്ളൂ അല്ലേ? 500 കൂടുതലുണ്ടാവും. പിന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ടില്ല. ഇതാണ് രാത്രി കത്ത് കേൾക്കണതേ. കുഞ്ചു കുട്ടികളായപ്പോൾ ഇങ്ങനെ കത്ത് വേണം. കൊടുക്കണ്ടാ നമ്മൾ പോയാൽ പേടിച്ച് പോരും. ഇവർക്ക് എണ്ണം കിട്ടുമോ ഇതിനൊക്കെ? എണ്ണ കിട്ടും. അത് കയറ്റി പോന്നിട്ടും അവിടെയും കൂടി പോന്നിട്ടുണ്ട്. അവർ രാത്രി മുളയ്ക്കില്ലേ, അപ്പോൾ എണ്ണ കൊടുത്തിട്ട് മുളയ്ക്കുക. എന്നിട്ടോ ആരും കയറ്റില്ല അവിടെയും പോന്നിട്ടുണ്ടെങ്കിലോ? അതിന് രാത്രി പോകുമ്പോൾ എണ്ണ കൊടുക്കുന്നു. പൂന്തിട്ടെങ്കിൽ അവർ വന്ന് തപ്പും. വന്നു കഴിഞ്ഞിട്ടില്ല. പോയി രാജേട്ടൻ്റെ കടത്തേക്ക് പോകാനായിട്ട് അവർക്ക് അറിയാം വെള്ളമുള്ള ഭാഗം. നോക്ക് അത് മണം, ചേറ് മണം ഉണ്ടാവുമല്ലോ, ചേറിൻ്റെ മണം നോക്കി പോകും അവർ. അത് വീഡിയോ ഫുള്ളാകണ്ട. അവർ പോയി കേട്ടല്ലേ നമ്മളെ കണ്ട അവർ ഒന്നും കൂടി ഓടും. കണ്ട് പിള്ളേർ ഒക്കെ കുഞ്ഞുങ്ങളാണല്ലേ. നോക്ക് മുട്ടയുണ്ടെങ്കിൽ അടുത്ത വർഷം ആകും. താണല്ലേ ഇത്രയും ചായണ്ടി കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഒക്കെ നല്ല നല്ല ചായണ്ടിയാണ്.